പൈലി, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ യുക്തിക്ക് നിരക്കുന്നത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പണം കണ്ണു മഞ്ഞളിപ്പിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം മണ്ടത്തരങ്ങളായിരിക്കും. അത്തരം ഒരു മണ്ടത്തരം തന്നെയാ ആനിയും ഇസയും ആലോചിക്കുന്നത്. നമുക്ക് വെറുതെ കണ്ട് രസിക്കാൻ പൈലി. Right. 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 ഇല്ല ജയിച്ചിട്ടില്ല. സമ്മതിക്കൂല. ജയിച്ചിട്ടില്ല നീ. കണ്ണടച്ചിട്ടെ ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ പോണം, മനസ്സിലായ? ഇപ്പൊ ശരിക്കും കണ്ണടച്ചോ. ഇനി പൊക്കോ. തുടങ്ങിക്കോ. റൈറ്റ്. വളരെ ശരിയാ. നിക്ക്. ഇതുവരെ വളരെ ശരിയാ. ഇനി കല്ല് താഴെ ഇട്ടോ. കല്ലെവിടെ? വീണില്ല. ദേ ഇട്. കൈ തൊടരുത്. കൈ തൊടാൻ പറ്റൂല. അത് സമ്മതിക്കൂല. അത് വേണ്ടാട്ടാ. അയ്യോ, കാണുന്നില്ല. അതെവിടെ പോയി? അപ്പൊ ഒരു മാജിക് കാണിച്ചു തരട്ടെ. കാണിക്ക. ഹായ്, സൂപ്പർ. ഹായ്, സൂപ്പർ. മുഖത്തടിച്ച പോലെ വാതിലടിച്ചിറക്കി വിട്ടിട്ടും വീണ്ടും വന്നത് ഗതികേടുകൊണ്ടാണ്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ആദ്യം വന്നത്. പിന്നെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു, താൻ വഴിപ്പെടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അവസാനത്തെ അടവായിരുന്നു വിലപേശൽ. അതിലും താൻ എന്നെ തോപ്പിച്ചു. മനസ്സിലായി ജോൺസൺ ഏഞ്ചലിനോടുള്ള സ്നേഹം എന്താണെന്ന്. എന്നിട്ടും എന്തിനാ വന്നത്? യാചിക്കാൻ, കാലു പിടിക്കാൻ. നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. മോളെ എനിക്ക് തരണം. വേണ്ട സോളമ്മ. അമ്പനാട്ടെ മൂത്ത സന്തതി ഇങ്ങനെ താഴണ്ട. നാണക്കേടാ. പറഞ്ഞല്ലോ, ഗതികേടുകൊണ്ടാ. ഇതേപോലെ ഒരു 1000 വട്ടം സോളമ്മൻ ആവർത്തിച്ചു പറഞ്ഞാലും ഞാൻ വഴങ്ങില്ല. ഇനി പഠിക്ക വരമിരുന്നാലും എന്റെ മോളെ ഞാൻ തരികയില്ല. വാ മോളെ, പൊക്കിയോ. ഒരു അപേക്ഷയുണ്ട്, ഇനി വരരുത്. ജോൺസൺ, ഇനി ഈ ആവശ്യം പറഞ്ഞ് ഞാൻ വരില്ല. ജോൺസന്റെ ഈ അപേക്ഷ ഞാൻ സ്വീകരിച്ചു. തിരിച്ച് എനിക്കൊരപേക്ഷയുണ്ട്. ജോൺസൺ മോളെയും കൊണ്ട് ഈ നാട് വിട്ടു പോണം. സാധാരണ ഭീഷണി മുഴക്കുന്നത് ലൂക്കയുടെ ജോലിയായിരുന്നു. അതിപ്പോ സോളമൻ ഏറ്റെടുത്തോ? അപേക്ഷയാണിത്. എന്റെ സാറയുടെ മോൾക്ക് അമ്മച്ചിയില്ല, അവള് പോയി. ഇനി ഈ മോൾക്ക് അച്ഛനെ കൂടി ഇല്ലാതാക്കരുത്. സോളമ, ഒന്നുകളെയൊന്ന്
അല്ലേ? അങ്ങനെ ഉണ്ടാകരുത്. അതെന്റെ ആഗ്രഹം. ഇത് അവസാനത്തെ ചോദ്യ. മോളെ തരാൻ പറ്റുമോ നിനക്ക്? ഇത് സോളമന്റെ വകയല്ല, പഴയ അമ്പനാടൻ ഫിലിപ്പോസിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കും, അല്ലേ? അതെ. തളർച്ച ആ മനസ്സിനെ ബാധിച്ചിട്ടില്ല. സ്വയം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യിക്കും. ജീവൻ വേണമെങ്കിൽ മോളെ തരണമെന്ന് പറഞ്ഞ ഇതെന്റെ ജീവനല്ല, ജീവന്റെ ജീവനാ. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ, എനിക്ക് പേടിയില്ല. എന്റെ മോളെ മാതാവ് നോക്കിക്കോളൂ. ഞാൻ പോകും. എന്നാ പണിയാ ഇച്ചായ നിങ്ങൾ ഈ കാണിക്കുന്നേ? വല്ലവരുടെയും കൈകൊണ്ട് നിങ്ങൾ അങ്ങ് ചത്താ പിന്നെ ഞാനും മോളും പിന്നെ എങ്ങനെ ജീവിക്കും? ഞാൻ ചാവുന്നേലല്ല, നീ മോളും എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? നിങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് കൊടുത്താൽ എന്താ? ആരും കൊല്ലാനും വരത്തില്ല, ചാവുകയും വേണ്ട. 10 കോടി രൂപ കിട്ടുകയും ചെയ്യും. ആനി, നിന്റെ മോളെയാണ് ഒരാൾ വന്നിങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നീ കൊടുക്കൂ. കൊടുക്കും. എന്റെ മോളുടെ പേരിൽ 10 കോടി രൂപ കിട്ടുക പറഞ്ഞ ഈ ജന്മ സ്വപ്നം കാണാൻ പറ്റുമോ? എങ്കിൽ നീ നിന്റെ മോളെ കൊണ്ടേ കൊടുക്ക്. ഇത് തന്നെ സമയം. ഒന്ന് ശ്രമിച്ചു നോക്കാം. സാറേ 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 പോലെ 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 ഒന്ന് നിർത്തിക്കേ. എനിക്കൊരു കാര്യം. നിർത്തിക്കേ. എന്താ? ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ, പറയാം. അതെ സാറേ, അങ്ങ് ഏഞ്ചലിനെ തരില്ല, അത് ഉറപ്പാ. അത് പറയാനാണ് ഇത്രയും കിടന്നോടിയത്? അതല്ല, ഓരോ തവണ വരുമ്പോഴുള്ള സാറിന്റെ സങ്കടം ഞാൻ കാണുന്നതല്ലേ. മരിക്കാൻ കിടക്കുന്ന സാറിന്റെ അപ്പച്ചന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കണ്ടേ നമുക്ക്? നമുക്കോ? ആ, നമുക്ക്. സാറ് കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സഹായിക്കാം. എങ്ങനെ? സാറിന് ഇപ്പൊ എന്നതാ വേണ്ടത്? അപ്പച്ചൻ മരിക്കുമ്പോ സാറയുടെ മോള് അടുത്ത് വേണം. അവളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു കുടിച്ച് കണ്ണടയ്ക്കണം. അത്രയല്ലേ ഉള്ളൂ. മരിക്കണം എന്നല്ല. മരിക്കണ്ടെങ്കിൽ മരിക്കണ്ട, പേരക്കുട്ടിയെ കാണണം, പോരെ? മതി. ഈ പറയുന്ന അപ്പച്ചൻ ഏഞ്ചലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ വീട്ടിൽ ആരേലും കണ്ടിട്ടുണ്ടോ? ഏഞ്ചലിനെ എനിക്കറിയാലോ. അതുകൊണ്ടല്ലേ ഇത് ഞാൻ സാറിനോട് പറയുന്നത്. അല്ലെങ്കിൽ ഇരു ചെവി അറിയാതെ ഞാനതങ്ങ് ചെയ്തേനെ. നിങ്ങൾ വളച്ചു കിട്ടാണ്ട് കാര്യം പറ. സാർ ഒന്ന് കണ്ണടച്ചു തന്ന ഏഞ്ചൽ വീട്ടിൽ വരും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? വരുന്ന ഏഞ്ചലിന് ഇപ്പൊ ഉള്ള ഏഞ്ചലിനേക്കാൾ അല്പം ഇത്ര പൊക്കം കൂടും. പിന്നെ പ്രായം അത് ഒരു 3.5 വയസ്സ് അത്രേ കൊടുത്തേ ഉള്ളൂ. പിന്നെ നേരം അതൊരു ലേശം കൂടുതലാ. കാര്യാക്കണ്ടേ സാറേ? സാറ് സമ്മതിച്ച ഞാൻ എല്ലാം ഭംഗിയാക്കി തരാം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മച്ചി എന്തിനാ ഓടി വന്നത്? സാറേ ദേ നോക്കി, എന്റെ മോളാ. ഏഞ്ചൽ ആണെന്ന് പറഞ്ഞ് സാറിന്റെ വീട്ടിലേക്ക് ഇവള് വരും. ഇവള് വരുന്നു, അപ്പച്ചനെ കാണുന്നു, വെള്ളം കൊടുക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഒന്ന് പോയേ, അതൊന്നും നടക്കത്തില്ല. നടക്കും. സാറ് വിചാരിച്ചാ നടക്കും. ദേ പഞ്ചപാവ എന്റെ മോള്, ഏഞ്ചലിനെക്കാളും പാവാ. സാറി മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. അതൊന്നും ശരിയാവത്തില്ല, വേണ്ട. അതെ സാറേ, ഏഞ്ചലാണെന്ന് പറഞ്ഞ് ഞാൻ ഇവളെയും കൊണ്ട് അങ്ങ് വരും. സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് തന്നാ മതി. സാറ് പേടിക്കണ്ട,
സാറിന്റെ അപ്പച്ചന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. എന്നെ മോളെ സാറായിട്ട് കൊലയ്ക്ക് കൊടുക്കാതിരുന്നാ മതി. വാടി മോളെ. അതെ, അതെന്തായാലും നന്നായി. ആണത്തുള്ളവന്മാര് ഒരു കള്ളക്കളിക്കും കൂട്ടുനിൽക്കത്തില്ല. കൂട്ടുനിൽക്കുകയില്ലെന്ന് സോളമൻ പറഞ്ഞു. ആ പറഞ്ഞു, അയാള് സമ്മതിച്ചില്ലല്ലോ. ശരിയാകുകയില്ലെന്നേ പറഞ്ഞോളൂ. ആനിയപ്പോ പറയുകയും ചെയ്തു, സാറൊന്ന് കണ്ണടച്ച് തന്നാ മതി, കാര്യങ്ങളൊക്കെ വെടിപ്പായിക്കൊള്ളൂ. ഓ, എന്നാലും എന്റെ അച്ചോ, ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങള്. പണമെന്ന് കേൾക്കുമ്പോ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങല്ലേ. പണമെന്ന് വെച്ചാലേ 1ഉം 2ഉം അല്ല, 10 കോടിയാ. എന്റെ അച്ഛ, 10 എന്നല്ല 100 കോടി എന്ന് പറഞ്ഞാലുവേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇസ സാറാ വീട്ടിലേക്ക് പോകണ്ടെന്നാണോ? എന്തിനാച്ചോ അങ്ങോട്ട് പോകുന്നേ? ആ വീട്ടിലുള്ള ഒരു ചെവിക്ക് തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയില്ലേ? പൈലി എന്തു പറയുന്നു? ഈ കാര്യത്തിൽ എനിക്ക് കൊച്ചച്ഛന്റെ അതേ അഭിപ്രായം തന്നെയാണ്. ഭാഗ്യം, ഇക്കാര്യത്തിലെങ്കിലും യോജിച്ചല്ലോ. എങ്കിലേ നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് ഒരു യോജിപ്പുമില്ല ഇക്കാര്യത്തിൽ. ഞാൻ പറയുന്നത് ഏഞ്ചലിന്റെ അപരയായി ഇസ സാറ വീട്ടിലേക്ക് പോണം എന്ന് തന്നെയാണ്. എന്തിന്? എന്നാലല്ലേ നമ്മുടെ മാലാഖക്കുട്ടിയുടെ ജീവിതം ഒന്ന് കൊഴുക്കത്തുള്ളൂ. കാത്തിരുന്ന് കാണാൻ പേരേ നമുക്ക്. അപ്പോ ഏഞ്ചലിനെ ഒന്ന് കാണാൻ പോലുള്ള അനുവാദം തരില്ല അവൻ, അല്ലേ? എന്നോട് ജോൺസൺ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്റെ ഇച്ചാൻ എന്തിനെപ്പോഴും ജോൺസന്റെ പക്ഷം ചേർത്ത് സംസാരിക്കുന്നത്? ഇച്ചായം പറഞ്ഞത് കേട്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. ജോൺസൺ അവളെ കാണാൻ പോലും സമ്മതിക്കത്തില്ല. അല്ലേ ടെസേ, നിനക്ക് എന്താ തോന്നുന്നേ? അത് പെട്ടെന്നൊന്നും നടക്കില്ല. പതുക്കെ പതുക്കെ എല്ലാം ശരിയാവും. അത് പോരല്ലോടി കൊച്ചേ. പതുക്കെ പതുക്കെ എന്ന് പറയുമ്പോ ഇനി ഈ കളവൻ എത്ര ആയുസുണ്ടെന്നാ? വർഷങ്ങളൊന്നും എന്തായാലും കാണത്തില്ല, ദിവസങ്ങൾ, ചിലപ്പോ ഇന്ന് മണിക്കൂറുകൾക്കകം. അതുമല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു ശ്വാസം പിടിച്ച് അകത്തോട്ട് കയറുന്ന കാറ്റ് പുറത്തോട്ട് പോയില്ലേലും പറയും പോയിന്ന്, കാറ്റുപോയിന്ന്. അല്ലേടാ ലൂക്ക? അതാ പറഞ്ഞ് പതുക്കെ പതുക്കെ ഏഞ്ചൽ മോളെ കാണാമെന്ന് പറഞ്ഞാ അത് നടക്കില്ല. അങ്ങനെയല്ല അച്ഛാ, ജോൺസൺ ഒന്ന് ആലോചിക്കട്ടെ എന്നാ പറഞ്ഞു. എന്നെ ആലോചിക്കാനേടാ? നാളെ കുറെ ആയില്ലേ ആലോചന തുടങ്ങിയിട്ട്? അതാ ഞാൻ പറഞ്ഞത്, പറ്റിക്കാണെന്ന്. വിട്ടുകളാ അപ്പച്ചാ, നമുക്കുണ്ട് അഭിമാനം. കൊച്ചിനെ കാണണം പറഞ്ഞ് ജോൺസന്റെ പുറകെ നടക്കുന്നത് നാണക്കേടാ. ഇതവൻ സാറയെ കെട്ടിച്ചു കൊടുക്കാത്തതിലുള്ള പ്രതികാരം ചെയ്യുന്നതാ, ഒരുതരം പകരം വീട്ടല്. അഭിമാനം ഉണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അപ്പച്ചൻ തന്നെ തീരുമാനിക്കേ. ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അമ്പനാട്ടുകാർക്ക് അഭിമാനമാ വലുത്, അല്ലേടാ? ഓ, ജോൺസന്റെ അടുത്ത് തോക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞ നമ്മുടെ തക്കുടുമോളേക്കാൾ കുറച്ചുകൂടെ ഉള്ളൂ ഞാൻ. തേയിലത്തോട്ടത്തിലൊരു ലയത്തിലാ താമസം. ഒരു വറുതിക്കാലം വിശന്നപ്പോ സൂപ്പർവൈസറുടെ കോമ്പൗണ്ടിൽ നിന്ന് കുഞ്ഞി തെങ്ങിന്നൊരു കരിക്കെടുത്ത് പൊട്ടിച്ചു തിന്നു. ആ 7 പൊക്കക്കാരൻ അതേ തെങ്ങിന്റെ ചുവട്ടിലാ എന്നെ കെട്ടിയിട്ടത്. പിന്നെ തെങ്ങങ്ങ് വളർന്നു, കൂടെ ഞാനും. സോളമാ, നമ്മൾ വേലി കെട്ടാൻ മുറിച്ചറുപ്പിച്ച ആ കൊന്ന തെങ്ങില്ലേ, അതിന്റെ കഥയാ പറഞ്ഞത്. എന്റെ ഇപ്പോഴത്തെ ഔട്ട് ഹൗസ് നിൽക്കുന്ന സ്ഥലം, അതാ സ്വഭാവം.
എന്റെ കാലിന്റെ പെരുവരലിന്റെ നഖം തൊട്ട് ഉച്ചിയിലെ നരവീണ മുടിവരെ മരവിച്ചാലും സ്വഭാവം മാറില്ല. അനുനയവും പ്രലോഭനവും കഴിഞ്ഞു. എന്നിട്ടും ജോൺസൺ വീഴില്ല അല്ലേ? എങ്കിൽ പിന്നെ നമുക്കൊന്ന് വിലപേശിയാലോ സോളമാ? അപ്പച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവൻ പറഞ്ഞതുപോലെ അഭിമാനം നോക്കണ്ട. അതുകൊണ്ടൊരു ചുവട് മാറ്റം. ഏഞ്ചൽ മോളെ എനിക്ക് വേണം. ഒരു ദിവസത്തേക്കല്ല, ഇനിയുള്ള കാലം അവൾ ഇവിടെ വളരും. പകരം ജോൺസൺ എന്താ വേണ്ടത്? ഫിലിപ്പോസ് സമ്പാദിച്ചതിന്റെ പാതി സ്വത്തല്ല, ഏഞ്ചലിന്റെ പേരിലേക്ക് മുഴുവനും മാറ്റി എഴുതി കൊടുത്തേക്കാം. അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ പേടിക്കാതെടാ, ജോൺസൺ സമ്മതിക്കും. അതിനും സമ്മതിച്ചില്ലെങ്കിൽ കൊന്ന തെങ്ങ് വെട്ടി അറുപ്പിച്ച് ഏഞ്ചൽ മോളുടെ സ്വത്തുവകകൾക്ക് വേലി കിട്ടാം. ഈ അപ്പച്ചന് ഭ്രാന്താ, മുഴു ഭ്രാന്ത്. ആഹാ, മോനിവിടെ വന്നിരുന്ന് വെള്ളത്തിൽ ഓളം ഉണ്ടാക്കി കളിക്കുവാണോ? എല്ലാം കേട്ടല്ലോ, തൃപ്തിയായല്ലോ. എവിടെങ്കിലും പോയി ചത്താലോന്ന് ആലോചിക്കുക. അയ്യോ, ഇവിടെ കൊണ്ടുവച്ചിരുന്ന ഫ്യൂരിഡാൻ അങ്ങ് എസ്റ്റേറ്റിലേക്ക് എടുത്തോണ്ട് പോയായിരുന്നല്ലോ. അതായിരുന്നെങ്കിലേ ദേ ഇത്രയും മതിയായിരുന്നു. കലക്കി കുടിച്ച മരണം പെട്ടെന്ന് ഉറപ്പാക്കാം. ഈ തൂങ്ങിച്ചാവാന്നൊക്കെ പറഞ്ഞ അത് പഴഞ്ചൻ ഏർപ്പാടല്ലേ ലൂക്ക? എടുത്തി ശവത്തെ കുത്തരുത്. ഉണ്ടായിരുന്ന പാതിയുടെ പാതി സ്വത്ത് പോകുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പോയി ചെത്ത ഈ സ്വത്ത് മുഴുവൻ ആ കൊച്ചിന്റെ പേരിൽ എഴുതി വെക്കാന്ന അപ്പച്ചൻ പറഞ്ഞായിരുന്നോ? എന്തോ അതിന്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. പറഞ്ഞായിരുന്നോ ലൂക്ക? ഞാൻ എവിടെയെങ്കിലും പോവാ. അത് തന്നെയാ വേണ്ടത്. ഇറങ്ങിപ്പോണം. എന്താ അതിന് പറ്റോ ലൂക്കയ്ക്ക്? മനസ്സിലായില്ല. ഇന്നത്തെ അപ്പച്ചന്റെ വർത്തമാനത്തിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഏഞ്ചലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നത് ഇപ്പൊ അപ്പച്ചന്റെ ആഗ്രഹത്തിനും അപ്പുറം പഴയ അമ്പനാടൻ ഫിലിപ്പോസിന്റെ വാശിയും വൈരാഗ്യവുമായി വളർന്നിരിക്കുക. ഉള്ള സമ്പാദ്യവും സ്വത്തുവകകളും മുഴുവൻ സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ ഏഞ്ചലിന്റെ പേരിൽ എഴുതി വച്ചിട്ടായാലും ശരി, അവളെ കൊണ്ടുവരുമെന്ന് ഏകദേശം ഉറപ്പാ. ഇതൊരവസാന ചാൻസാ. ഇപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ കടത്തിണ്ണയായിരിക്കും ശരണം. എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ബുദ്ധി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടും ചേട്ടത്തി ഒന്നും മിണ്ടിയില്ല. അത് തന്നെയാണ് ബുദ്ധി. ഈ വീട്ടിൽ നിന്ന് ലൂക്ക ഇറങ്ങിപ്പോണം. ലൂക്ക മാത്രമല്ല, ഞാനും ഇറങ്ങണം ഇവിടുന്ന്. അപ്പോഴും ഒരു തന്ത്രം മനസ്സിളക്കണം അപ്പച്ചന്റെ. കൂടെ നിൽക്കാമോ ലൂക്കയ്ക്ക്? ഞാൻ എന്തിനും തയ്യാറാ. ഏഞ്ചൽ ഈ വീടിന്റെ പടി കടക്കരുത്. അതിനുവേണ്ടി ഞാൻ എന്തിനും തയ്യാറാ. എങ്കിൽ ലൂക്ക ഒരുങ്ങിക്കോ ഒരു പുതിയ നാടകത്തിന്. ആ വീട്ടിലേക്ക് മോളെ കൊണ്ടു ചെന്നാല് പിന്നെ അവര് മോളെ പപ്പയ്ക്ക് അവര് തിരിച്ചു തരില്ല. അതെന്താ തരാത്തേ? അതെന്താന്ന് ചോദിച്ചാ അവരങ്ങനെയാ. അവര് വിചാരിക്കുന്നേ നടക്കൂ. മോളെ അവർക്ക് വേണം. അവരതിനു വേണ്ടി എത്ര വേണമെങ്കിലും താഴും. കൈ കെട്ടിക്കഴിഞ്ഞാ ഭാവം മാറും. ചിലപ്പോ പപ്പയ്ക്ക് മോളെ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല. ഞാൻ പോകത്തില്ല. എനിക്ക് പപ്പ എപ്പോഴും കാണണം. ഇനി സോളമനെന്നല്ല, സാക്ഷാൽ അമ്പനാടൻ ഫിലിപ്പോസ് കൊല്ലാൻ വന്നാലും എന്റെ മോളെ ഞാൻ കൊടുക്കത്തില്ല. അപ്പൊ അത് അവസാന തീരുമാനം തന്നെയാണല്ലോ. നിനക്ക് എന്താ അറിയേണ്ടത്? പലവട്ടം നിന്നോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇവളെ ആ വീട്ടിലേക്ക് അയക്കില്ല എന്നുള്ള തീരുമാനത്തിന് എന്തേലും മാറ്റം ഉണ്ടോന്നറിയാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു മാറ്റവുമില്ല എന്നത് മാത്രമല്ല, നിന്റെ പെരുമാറ്റത്തില് എന്തോ ഒരു പന്തികേട് ഞാൻ മണക്കുന്നുണ്ട്. പന്തികേടോ? ഒരു പന്തികേടും ഇല്ല.
ഇടയ്ക്ക് വെച്ച് മോളോടൊരു സ്നേഹക്കൂടുതൽ ഉണ്ടായിരുന്നു നിനക്ക്. വെറും സ്നേഹക്കൂടുതലല്ല, തേനെ പാലേ എന്ന് വിളിച്ച് അങ്ങ് ഒലിപ്പിക്കുകയായിരുന്നു. എന്ത് പറ്റി? വീണ്ടും ഒരു പ്ലേറ്റ് മാറ്റം. ഒരു മാറ്റമില്ല. അതിനേക്കാളും സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും ഞാൻ. നോക്കിക്കോ. സത്യമാണോ പപ്പ അനിമ പറഞ്ഞത്? എന്നെ സ്നേഹിക്കോ? സ്നേഹമല്ലേ, അത് അഭിനയാണൊന്നും നമ്മൾ നോക്കണ്ട. ചതിക്കപ്പെടാതിരുന്ന മാത്രം മതി. അതല്ല വക്കീലേ, അവൻ തരില്ലെന്നാ തീർത്തു പറയുന്നത്. അപ്പൊ പിന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഇതിപ്പോ ബന്ധം തെളിയിക്കാന്ന് പറഞ്ഞ സാറയായിട്ടുള്ള റിലേഷൻ പ്രൂവ് ചെയ്യാം. ഒരു വഴിയില്ലെന്ന് അങ്ങനെ പറയല്ലേ. ഞാൻ ഓഫീസിലേക്ക് വരാം. ഏഞ്ചൽ മോളെ ഞങ്ങൾക്ക് വേണം. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോവും. എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. ശരി, ഞാൻ വരാം. അപ്പച്ചനോട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എനിക്കപ്പോഴേ തോന്നി കള്ളം പറയാൻ ഇച്ചായനെ അറിയില്ലല്ലോ. അവൻ ഏഞ്ചലിനെ തീർത്ത് തരില്ല എന്ന് പറഞ്ഞാൽ ഊന്നുകൂടി എടുത്തുകൊണ്ട് അപ്പ ഇറങ്ങും അപ്പച്ചൻ. വീട്ടിൽ പോണെന്നും അവനെ കാണണമെന്നും പറഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞു മാറാൻ വഴി ഉണ്ടാവില്ല എനിക്ക്. ജോൺസൺ ഇപ്പൊ എന്താ പറയുന്നേ? ഏഞ്ചൽ മോളെ തരില്ല, അത്ര തന്നെ. ഒരു വട്ടം അപ്പച്ചനെ കാണിക്കാനായിട്ട് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞൂടായിരുന്നു? അയാൾക്ക് പേടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏഞ്ചലിനെ പിന്നെ വിട്ടുകൊടുക്കില്ലെന്നുള്ള പേടി. വക്കീലിനെയാണോ ഇപ്പൊ വിളിച്ചത്? ഒരു വഴിയില്ല. പിന്നെയുള്ളത് കയ്യൂക്കിന്റെയാ. കയ്യൂക്ക് കാണിച്ച് ഏഞ്ചലിനെ കൊണ്ടുവന്ന പുഞ്ചിരിയുടെ ആ കൊച്ച് അപ്പച്ചനെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യൂ. അതുകൊണ്ട് എന്താ പ്രയോജനം? ജീവിതത്തിന്റെ ഈ അവസാന ഘട്ടത്തില് അപ്പച്ചന് കൊടുക്കാവുന്ന അല്പ സന്തോഷം, അതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. കൊച്ചുമകളെ കണ്ട് കണ്ണടയ്ക്കാനായി എന്ന ആശ്വാസം അപ്പച്ചന്റെ മനസ്സിന് ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാ മക്കളുടെ കടമ. നിയമവും കയ്യൂക്കും മനസ്സിൽ തോക്കുന്നിടത്ത് ജയിക്കുന്നൊന്നുണ്ട്. തന്ത്രം. എന്ത് തന്ത്രം? ഐഡിയന്റെ അല്ല, ആനിയുടെ, ജോൺസന്റെ രണ്ടാം ഭാര്യയുടെ.